ഒസോക്ക മെസ്സി അനിയട്ടിലെ ഹൈക്കോ മെസ്സി ഗോൾ. എന്താണെന്നിപ്പോൾ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവില്ലേ? ഇത് മെസ്സി ഗോൾ അടിച്ചതിന് ഞാൻ കമൻട്രി പറഞ്ഞല്ല കേട്ടോ. ഇതെന്താണെന്ന് ഞാൻ വഴിയെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഫേവറായിട്ടുള്ള SSLC കെമിസ്ട്രിയിൽ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ സിംപ്ലസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി അല്ലെങ്കിൽ വൈദ്യുത രസതന്ത്രം. സിമ്പിൾ ചാപ്റ്റർ. ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ചാപ്റ്ററിൻ്റെ മുന്നിൽ ഈ ഒരു പിക്ചർ അല്ലേ കാണാം. ഈ പിക്ചറിൽ എന്താ, ഒരു കാർ ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ മെക്കാനിക്ക് വന്നപ്പോൾ പറയാം ദ കാർ ബ്രോക്ക് ഡൗൺ സിൻസ് ദ ബാറ്ററി ഗോട്ട് ഡിസ്ചാർജ്. ബാറ്ററി ഇറങ്ങിപ്പോയി, അതുകൊണ്ട് കാർ ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ, ഈ ഒരു കാർ ഓടാനുള്ള ബാറ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലേ. ശരിക്കും ഈ ബാറ്ററിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് അല്ലേ. നമ്മൾ ഡെയിലി ലൈഫിൽ ഫോണിലുണ്ട്, ബാക്കി കുറേ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ, പിന്നെ ഇൻവെർട്ടേഴ്സിൽ, ഇതൊക്കെ നമ്മൾ ബാറ്ററി യൂസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററി എങ്ങനെയാണ് ബാറ്ററി ആയത്, അതിൻ്റെ പിന്നിലുള്ള ഒരു കഥ ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഇലക്ട്രോ കെമിസ്ട്രി പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ലാസ്റ്റ് എത്താൻ പോകുന്നത്. ഈ ബാറ്ററിയിലേക്കാണ്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ is the branch of chemistry which deals with the study on the process that produce electricity through chemical reactions and use electricity to bring about chemical reactions. എന്താ പറഞ്ഞത്? ഇലക്ട്രോ കെമിസ്ട്രി പറഞ്ഞാൽ കെമിസ്ട്രിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അതായത് കെമിക്കൽ റിയാക്ഷൻസ് വെച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതും ഇലക്ട്രിസിറ്റി വെച്ച് കെമിക്കൽ റിയാക്ഷനും നടത്തുന്ന ഈ പ്രോസസ്സുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇലക്ട്രോ കെമിസ്ട്രി. പിന്നെന്താ പറയുന്നത്, ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആർ ദ ഡിവൈസസ് ദാറ്റ് മേക്ക് സച്ച് ചേഞ്ച് പോസിബിൾ. ഇലക്ട്രോ കെമിക്കൽ ഡിവൈസസ് പറഞ്ഞാൽ ഈ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ നടപ്പിലാക്കുന്ന ഡിവൈസസ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ പഠിക്കാനുണ്ട് നമുക്ക്. ഒന്ന് ഗാൽവാനിക് സെല്ല്, ഒന്ന് ഇലക്ട്രോലിറ്റിക് സെല്ല്. ഇപ്പോൾ നേരത്തെ ഇതിൽ പറഞ്ഞാൽ എന്താ, കെമിക്കൽ റിയാക്ഷൻസ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. അതാണ് ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെല്ല്. പിന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതാണ് വേറൊരു ടൈപ്പ് ഇലക്ട്രോ കെമിക്കൽ സെല്ല്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഗാൽവാനിക് സെല്ലാണ്. ഗാൽവാനിക് സെൽ എന്ന് പറയുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. നമ്മൾ പല രീതിയിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് നമുക്കറിയാം. പക്ഷേ ഈ കെമിക്കൽ റിയാക്ഷൻസ് വെച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി ഒക്കെ ആദ്യം കണ്ടുപിടിക്കുന്ന ടൈമിൽ വലിയൊരു അത്ഭുതമായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ ഗാൽവാനിക് സെല്ലിലേക്ക് കിടക്കാം. ഗാൽവാനിക് സെല്ല് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് സാധനമൊന്നുമല്ല. നമ്മുടെ കയ്യിൽ രണ്ട് ബീക്കർ എടുക്കുന്നു. അതിൽ ഓരോ ബീക്കറിൽ, ഒരു ബീക്കറിൽ സിങ്ക് സൾഫേറ്റും ഒന്നിൽ കോപ്പർ സൾഫേറ്റും. കോപ്പർ സൾഫേറ്റ് നീല കളറാണെന്ന് നമുക്കറിയാം. ഓക്കെ, പിന്നെ ഈ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ വെച്ചതിൽ സിങ്ക് റോഡ് ഇറക്കി വെച്ചു. പിന്നെ അതുപോലെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ ഇറക്കി വെച്ചു. പിന്നെ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഞാനൊരു സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്തു. സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഉപയോഗമൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ കോപ്പർ വയറുണ്ട്. ഈ കോപ്പർ വയർ യൂസ് ചെയ്തിട്ട് നമ്മൾ LED ഇത് കണക്ട് ചെയ്തു. അത്ഭുതം, LED കത്തി. അപ്പോൾ ഇവിടെ ഈ സയൻറ്റിസ്റ്റ്, ഈ ഗാൽവാനിക് സെല്ല് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആരാ? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഗൂഗിളിൽ പോയി നോക്കിയിട്ട് വാ. അതായത് ഗാൽവാനിക് സെല്ല് കണ്ടുപിടിച്ച ഈ സയൻറ്റിസ്റ്റ് ഉണ്ടല്ലോ, ഈ സയൻറ്റിസ്റ്റ് ഇങ്ങനെ ഈ ബൾബ് വെച്ചപ്പോൾ ഇങ്ങനെ ആദ്യം ചിന്തിച്ചെന്താ അറിയോ, ഇതിപ്പോൾ ഈ ബൾബ് കത്തണമെങ്കിൽ ഇലക്ട്രിക് കറൻറ്റ് വേണമല്ലോ. ഇലക്ട്രിക് കറൻറ്റ് പറഞ്ഞാൽ എന്താ, ഫ്ലോ ഓഫ് ഇലക്ട്രോണിൻ്റെ ഒരു ഫ്ലോ. ഇലക്ട്രോൺ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകണം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ഒരു ഭാഗത്തു നിന്ന് ഏതൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ലൈറ്റ് കത്താൻ കാരണം. അപ്പോൾ ഈ ലൈറ്റ് മാറ്റിയിട്ട് മൂപ്പര് ഗാൽവനോമീറ്റർ വെച്ചു. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫ്ലോ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് മാറ്റിയതിന് ശേഷം അയാൾ ഈ ലൈറ്റിന് പകരം ഇവിടെ ഒരു ഗാൽവനോമീറ്റർ വെച്ചു കേട്ടോ. ഗാൽവനോമീറ്റർ എന്താ വെച്ചത്? ഗാൽവനോമീറ്റർ വെച്ചപ്പോൾ അതിൻ്റെ നീഡിൽ ഈ ഭാഗത്ത് ആയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു. അതായത് സിങ്കിൽ നിന്നും കോപ്പറിലേക്ക് പോകുന്നത്. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചു സിങ്കിൽ നിന്നും കോപ്പറിലേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ
സിങ്ക് കുറച്ച് ഇലക്ട്രോൺ പുറത്തേക്ക് വിടണ്ടേ, എന്നാലല്ലേ അങ്ങോട്ട് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുള്ളൂ. കോപ്പർ കുറച്ച് ഇലക്ട്രോൺ റിസീവ് ചെയ്യണ്ടേ, കുറച്ച് സ്വീകരിക്കണ്ടേ, എന്നാലല്ലേ ഇലക്ട്രോൺ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുള്ളൂ. സോ അവിടെയാണ് നമ്മൾ ഈ ഓരോ ഹാഫ് സെല്ലുകളിലും നടക്കുന്ന ആ ഒരു റിയാക്ഷൻസിനെ കുറിച്ച് സയൻറ്റിസ്റ്റ് കൂടുതൽ പഠിച്ചതും മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഹാഫ് സെല്ല് 1 നോക്കിയപ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് വെച്ചാൽ ഈ സിങ്ക് ഓക്സിഡൈസ്, അതായത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് Zn2+ അയണായിട്ട് മാറുന്നു. എന്നിട്ട് 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു. എന്നിട്ട് ഈ 2 ഇലക്ട്രോൺ നേരെ ഇതിലൂടെ കടന്നു പോയി നേരെ കോപ്പറിലേക്ക് എത്തുന്നു. ഈ കോപ്പറിന് ഇവിടെ copper 2+ അയൺ ഉണ്ട്. ഈ copper 2+ അയണിൻ്റെ ഒപ്പം ഈ 2 ഇലക്ട്രോൺ കൂടി ചേർന്നിട്ട് copper 2+ഉം 2 ഇലക്ട്രോണും കൂടി ചേർന്നിട്ട് ഈ കോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റൽ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ഇവിടെ ഓരോരുത്ത് ഇലക്ട്രോൺസ് കൊടുത്തു, ഇവിടെ ഇലക്ട്രോൺസ് വാങ്ങി. അപ്പോൾ ഇലക്ട്രോൺസ് കൊടുത്തു, ഇവിടുന്ന് സിങ്ക് കൊടുത്തിട്ട് ഇലക്ട്രോൺ വാങ്ങി. അങ്ങനെയാണ് ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫ്ലോ, സിങ്കിൽ നിന്നും കോപ്പറിലേക്ക് ഒരു ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സോൾട്ട് ബ്രിഡ്ജ് എന്തിനാണ് അവിടെ വെച്ചതെന്നാണ്. എടാ, നമ്മൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടാക്കുമ്പോൾ പോസിറ്റീവും മാത്രം കണക്ട് ചെയ്താൽ മതിയോ? നെഗറ്റീവും കണക്ട് ചെയ്യണ്ടേ? ഏകദേശം അതുപോലെ തന്നെയാണ് ഈ സോൾട്ട് ബ്രിഡ്ജിൻ്റെയും. ഈ സോൾട്ട് ബ്രിഡ്ജ് പറയുമ്പോൾ നമ്മൾ കോമൺ സോൾട്ട് അല്ല യൂസ് ചെയ്യുക, പൊട്ടാഷ്യം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് പോലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കുക. ഈ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അയേൺസ് ഇപ്പോൾ ഇവിടെ SO4 2- ഉണ്ട്, Zn+2+ ഉണ്ട്, ഇപ്പുറത്തും അതുപോലെ Cu2+ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഫ്ലോ നടക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് ഈ സോൾട്ട് ബ്രിഡ്ജ്. മനസ്സിലായില്ലേ? അപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കാൻ, അയൺസിൻ്റെ ഫ്ലോ നടപ്പിലാക്കാനാണ് ഈ സോൾട്ട് ബ്രിഡ്ജ്. പിന്നെ 2 ഇലക്ട്രോഡിൽ നടക്കുന്ന റിയാക്ഷൻസും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നേരെ ഈ ഇവിടെ സിങ്കിൻ്റെ അവിടെ ഇലക്ട്രോൺസിന് കൊടുത്തല്ലോ, കോപ്പറിൻ്റെ അവിടെ വാങ്ങി. അപ്പോൾ ഇവിടെ ഇലക്ട്രോഡ് വേർ ഓക്സിഡേഷൻ ഒക്കർ ഈസ് കാൾഡ് ആനോഡ്. അതായത് ഈ ഇവിടെ 2 ഇലക്ട്രോൺ കൊടുത്തു. ഇലക്ട്രോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനല്ലേ ഓക്സിഡേഷൻ എന്ന് പറയാം. നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇലക്ട്രോൺസിനെ കൊടുക്കുക. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇലക്ട്രോൺസിനെ വാങ്ങുക. അപ്പോൾ ഇവിടെ ഈ സിങ്കിൻ്റെ അവിടെ ഓക്സിഡേഷൻ നടക്കുന്ന ഈ ഓക്സിഡേഷൻ നടക്കുന്ന ഈ ഒരു ഇലക്ട്രോഡ് ഉണ്ടല്ലോ, ഈ ഒരു ഇലക്ട്രോഡ്, ഇതിനെയാണ് ആനോഡ് എന്ന് പറയാം. ഓക്കെ, ആനോഡ്. ഇനി ദ ഇലക്ട്രോഡ് വേർ ദ റിഡക്ഷൻ ഒക്യൂർ ഈസ് കാൾഡ് കാഥോഡ്. ഇവിടെ കോപ്പറിൻ്റെ അവിടെ എന്താ സംഭവിച്ചത്? 2 ഇലക്ട്രോൺ വാങ്ങി, റെഡ്യൂസ് ചെയ്യപ്പെട്ടു കോപ്പർ. അപ്പോൾ കോപ്പർ എന്തായിരുന്നു? കോപ്പർ കാഥോഡാണ്. ഇത് കാഥോഡ്, ഇത് ആനോഡ്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ ഗാൽവനോമീറ്റർ ഇവിടെ വെച്ചല്ലോ, അതിന് പകരം വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഗാൽവനോമീറ്റർ ആയാലും ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് കൊടുക്കാം. ഓക്കെ, നെഗറ്റീവ് ടെർമിനൽ സിങ്കിലേക്കാണ് കൊടുക്കുക, പോസിറ്റീവ് ടെർമിനൽ കോപ്പറിലേക്കാണ് കൊടുക്കുക. അപ്പോൾ നെഗറ്റീവ് സിങ്കിൽ കൊടുക്കും, സിങ്കിൽ ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ നടക്കുന്ന ആ ഒരു ഇലക്ട്രോഡിന് പറയുന്ന പേരാണ്, ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡിന് പറയുന്ന പേര് ആനോഡ്. അപ്പോൾ ഇതിന് നമ്മളൊരു കോഡ് വെച്ച് നമ്മൾ സിമ്പിളായിട്ട് ഇത് മനസ്സിലുണ്ട്. മറ്റൊരു കൺഫ്യൂഷൻ അല്ലേ, ഏതിൽ ഓക്സിഡേഷൻ ഏതിൽ റിഡക്ഷൻ. ഇപ്പോൾ ലോൺ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കോഡാണ്, എല്ലാവർക്കും അറിയുന്ന പ്രതീക്ഷിക്കുന്നു. അതായത് ലെഫ്റ്റിൽ എപ്പോഴും ഓക്സിഡേഷൻ നടക്കുന്നത് എപ്പോഴും ആനോഡിലാണ്. ആനോഡ് എപ്പോഴും നെഗറ്റീവിലല്ല കൊടുക്കുക, ആനോഡ് സംടൈംസ് പോസിറ്റീവിൽ കൊടുക്കും. പക്ഷേ ഗാൽവാനിക് സെല്ലിൻ്റെ കേസിൽ ആനോഡ് എപ്പോഴും നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിരിക്കും. ഇത്രയുള്ളൂ, ഇതിൽ കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷനാണ് തന്നിരിക്കുന്നത്. ആനോഡിൽ നടക്കുന്ന Zn നേരെ Zn2+2 ഇലക്ട്രോണായി മാറുന്നു, Cu2++2 ഇലക്ട്രോൺ കോപ്പറായി മാറുന്നു കാഥോഡിൽ. ഇത് ഓക്സിഡേഷനാണ്, ഇത് റിഡക്ഷനാണ്. ഓക്സീകരണം, നിരോക്സീകരണം. അപ്പോൾ സെല്ലിൻ്റെ മൊത്തം റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഈ ഇലക്ട്രോൺസിനെ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി റിയാക്ഷൻ എഴുതിയാൽ മതി. ഓക്കെ, Zns+Cu2+ gives Zn2++ copper. ഓക്കെ, ഇനി
നമ്മുടെ ഈ ഗാൽവാനിക് സെൽ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ സിങ്ക് റോഡും കോപ്പറും യൂസ് ചെയ്തിട്ടുള്ള ഗാൽവാനിക് സെല്ലുകൾക്ക് വിളിക്കുന്ന പേരാണ് ഡാനിയൽ സെൽ. ഈ ഡാനിയൽ സെല്ലിൽ ഇവിടെ ഈ ഡാനിയൽ സെല്ലിൽ ഈ സിങ്കിൻ്റെ ഈ ഒരു ഹാഫ് സെൽ ഉണ്ടല്ലോ, അതിന് പകരം നമ്മൾ ഈ 3 ഹാഫ് സെൽ വേറെ വേറെ നമ്മൾ മാറ്റി വെച്ച് കൊടുക്കാൻ പോവാണ്. ഒന്നിൽ അലുമിനിയത്തിൻ്റെ സൊല്യൂഷനായിട്ടുള്ള അലുമിനിയം സൾഫേറ്റും, മറ്റേതിൽ സിൽവറും Ag സിൽവറാണ്, സിൽവർ നൈട്രേറ്റും, മറ്റേതിൽ മഗ്നീഷ്യത്തിൻ്റെ കൂടെ മഗ്നീഷ്യം സൾഫേറ്റും വെച്ച് കൊടുക്കും. അപ്പുറത്ത് അവിടെ കാഥോഡ് എപ്പോഴും കോപ്പർ തന്നെയാണ്, മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം അലുമിനിയം കോപ്പറുമാണ്. അലുമിനിയം കോപ്പറും നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോണിൻ്റെ എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിൽ നിന്നും കോപ്പറിലേക്കായിരുന്നു. സിൽവറും കോപ്പറും വെച്ചപ്പോൾ നേരെ തിരിഞ്ഞു, കോപ്പറിൽ നിന്ന് സിൽവറിലേക്കായിരുന്നു. മഗ്നീഷ്യം കോപ്പറും വെച്ചപ്പോൾ നേരത്തെ പോലെ തന്നെ മഗ്നീഷ്യത്തിൽ നിന്ന് നേരെ കോപ്പറിലെത്തി. ഓക്കെ, ഇവിടുത്തെ ആനോഡ് എന്തായിരുന്നു? ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നതല്ല ആനോഡ്, ഇവിടെ ഓക്സിഡേഷൻ നടന്നത് അലുമിനിയത്തിലായിരുന്നു, ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് കോപ്പറിലായിരുന്നു, ഇവിടെ മഗ്നീഷ്യത്തിലായിരുന്നു. അടുത്ത കാഥോഡ് ഇവിടെ കോപ്പറാണ്, അവിടെ സിൽവറാണ്, ഇവിടെയും കോപ്പറാണ്. ആനോഡ് റിയാക്ഷൻ ഇവിടെ Al3+ ആയിട്ട്, Al3+ അല്ല, Al നേരെ പോയിട്ട് Al3+ + 3 ഇലക്ട്രോൺ ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ കോപ്പർ നേരെ പോയിട്ട് കോപ്പർ 2+ + 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഇവിടെ മഗ്നീഷ്യം റിയാക്ട് ചെയ്തിട്ട് മഗ്നീഷ്യം 2+ + 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഓക്കെ, കാഥോഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന റിയാക്ഷൻ. ഇവിടെ കോപ്പർ 2++ + 2 ഇലക്ട്രോൺ ഗീവ്സ് കോപ്പർ കിട്ടും. ഇവിടെ ഏജിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 1 ആട്ടോ. അപ്പോൾ Ag ++ 1 ഇലക്ട്രോൺ ഗീവ്സ് Ag. പിന്നെ ഇവിടെ മേലത്തെ അതേ റിയാക്ഷൻ തന്നെയാണ്. ടോട്ടൽ സെൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ എഴുതിയില്ലേ, ഈ റിയാക്ഷൻ ഉണ്ടല്ലോ, ഈ റിയാക്ഷന് ഇതേപോലെയാണ് ഇവിടെ ഈ സെൽ റിയാക്ഷൻ എഴുതേണ്ടത്. ഇടയിലുള്ള ഈ ഇലക്ട്രോൺസിൻ്റെ 2 ഇലക്ട്രോൺ 1 ഇലക്ട്രോൺ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ കോമ്പൗണ്ട്സിനെയും കൂട്ടി യോജിപ്പിച്ച് എഴുതിയാൽ സെൽ റിയാക്ഷൻ കിട്ടും. റിയാക്റ്റൻറ്റ് സൈഡും പ്രൊഡക്റ്റ് സൈഡും എഴുതിയാൽ മതി. അങ്ങനെ സെൽ റിയാക്ഷനും കിട്ടും. സെൽ വോൾട്ടേജും ഞാൻ മാർക്ക് ചെയ്തു, ഒരു പെർട്ടിക്കുലർ സെൽ വോൾട്ടേജും എനിക്ക് കിട്ടി. ഓക്കെ, ഇനി വിച്ച് ഹാസ് ദ ഹയർ വാല്യൂ ഓഫ് വോൾട്ടേജ്? സിങ്ക് കോപ്പർ വെച്ചപ്പോഴാണോ അതോ അലുമിനിയം കോപ്പർ വെച്ചപ്പോഴാണോ ഗാൽവാനിക് സെല്ലിൽ ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ഉണ്ടായത്? അപ്പോൾ എനിക്ക് കിട്ടി അലുമിനിയം വെച്ചപ്പോഴാണ്. സിങ്കും കോപ്പറും വെച്ചു, അലുമിനിയം കോപ്പറും വെച്ചു. അലുമിനിയം കോപ്പറും വെച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ വോൾട്ടേജ് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താ? ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ടെൻഡൻസി ഓഫ് അലുമിനിയം ടു ഗെറ്റ് ഓക്സിഡൈസ്ഡ് ഇൻ റിഡോക്സ് റിയാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ സിങ്ക്. സിങ്കിനെക്കാട്ടിലും ഓക്സീകരണം നടത്താനുള്ള ആ ഒരു കപ്പാസിറ്റി കൂടുതൽ അലുമിനിയത്തിനാണ്. അതുകൊണ്ടാണ് അലുമിനിയത്തിന് കൂടുതൽ വോൾട്ടേജ്. ഇനി അടുത്തത്, വിച്ച് ഹാസ് ദ ഹയർ വാല്യൂ ഓഫ് വോൾട്ടേജ്? മഗ്നീഷ്യം കോപ്പർ ആണോ അലുമിനിയം കോപ്പർ ആണോ? അലുമിനിയം കോപ്പറും മഗ്നീഷ്യം കോപ്പറും ഈ 2 ഗാൽവാനിക് സെല്ലുകളും വെച്ചു. അതിൽ മഗ്നീഷ്യം കോപ്പറിനാണ് എന്ത് കൂടുതൽ? ഹയർ വോൾട്ടേജ്. നേരത്തെ അലുമിനിയവും സിങ്കും വെച്ചപ്പോൾ അലുമിനിയത്തിനായിരുന്നു. ഇവിടെ മഗ്നീഷ്യവും ഏതായിരുന്നു വെച്ചത്? അലുമിനിയം വെച്ചപ്പോൾ മഗ്നീഷ്യത്തിനാണ് കൂടുതൽ. ഇനി ഹിയർ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഗാൽവാനിക് സെൽ മെയ്ഡ് അപ്പ് ഓഫ് എ പെയർ ഓഫ് കോപ്പർ ആൻഡ് സിൽവർ ഇലക്ട്രോൺ? കോപ്പറും സിൽവറും വെച്ചിരുന്നല്ലേ നമ്മൾ. അപ്പോൾ കോപ്പറും സിൽവറും വെച്ചപ്പോൾ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫ്ലോ സിൽവറിൽ നിന്ന് കോപ്പർക്കായിരുന്നോ? അല്ല, കോപ്പറിൽ നിന്ന് സിൽവറിലേക്കായിരുന്നു. അതെ, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഫ്രം കോപ്പർ ടു സിൽവർ. ഇനി നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ, അതായത് ഡ്രോ എ ഡയഗ്രാം ഓഫ് ഗാൽവാനിക് സെൽ ഹാവിംഗ് സിൽവർ ആൻഡ് കോപ്പർ ആസ് ഇലക്ട്രോഡ്. ഒന്ന് വരച്ചു നോക്കിയാലോ? 2 ബീക്കർ, ഒന്ന് സിൽവർ അല്ലേ, അപ്പോൾ നമ്മൾ സിൽവർ നൈട്രേറ്റ് ആണ്. എന്താണ്
സിൽവർ AgNO3. മറ്റത് കോപ്പർ സൾഫേറ്റ് ആണ്, CuSO4. ഈ കോപ്പർ സൾഫേറ്റ് എപ്പോഴും ബ്ലൂ കളർ ആവും കേട്ടോ, അത് ഓർമ്മ വേണം. പിന്നെ ഇതിൽ സിൽവറിൻ്റെ ഒരു റോഡ് ഇറക്കി വെച്ചു, കോപ്പറിൻ്റെ ഒരു റോഡ് ഇറക്കി വെച്ചു, എന്നിട്ട് അതിനെ കണക്ട് ചെയ്തു. ഇവിടെ ഒരു വോൾട്ട് മീറ്റർ വെച്ചു, ഇവിടെ ഒരു സാൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, ഇത് Ag ആണ്, ഇത് Cu ആണ്. ഓക്കെ, ഇനി എന്താ നമ്മൾ പ്രധാനപ്പെട്ട ഒന്ന് മാർക്ക് ചെയ്യാണ്ടല്ലോ. ഈ വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് എങ്ങോട്ടാ കൊടുക്കുക, പോസിറ്റീവ് എങ്ങോട്ടാ കൊടുക്കുക? നെഗറ്റീവ് കൊടുക്കുക ആനോഡിലേക്കാണ്. ഇവിടെ ആനോഡ് ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞ ലെഫ്റ്റിലാണ് ആനോഡ് വെക്കുക, പക്ഷെ ഞാൻ വരച്ചപ്പോൾ ശ്രദ്ധിച്ചില്ല. ശരിക്ക് ഈ കോപ്പർ ഇപ്പുറത്തായിരുന്നു വരക്കേണ്ടത്. ഏതായാലും ഇവിടെയാണ് നെഗറ്റീവ്, ഇവിടെയാണ് പോസിറ്റീവ്. കാരണം കോപ്പറും സിൽവറും വെക്കുമ്പോൾ കോപ്പറിനായിരിക്കും ആനോഡ്, കോപ്പർ ആയിരിക്കും ആനോഡ്, സിൽവർ ആയിരിക്കും കാഥോഡ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പ്രത്യേകതകൾ കാണിക്കുന്നു? അതായത് മാഗ്നീഷ്യവും കോപ്പറും അലുമിനിയം കോപ്പറും വെച്ചപ്പോൾ മാഗ്നീഷ്യത്തിന് വോൾട്ടേജ് കൂടി, എന്ന് നേരെ മറിച്ച് സിങ്ക് വെച്ചപ്പോൾ അലുമിനിയത്തിനാണ് വോൾട്ടേജ് കൂടിയത്. അപ്പോൾ വോൾട്ടേജും ഓക്സിഡേഷൻ്റെ റേറ്റും ഒക്കെ ഓരോ മെറ്റൽസിനും വേറെ വേറെ രീതിയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി കാരണമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഓർഡറാണ് ഈ കാണുന്നത്. എന്താ? പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. പൊസോക്ക, മെഅസി, അനിഡിലെ, ഹൈക്കോ, മെസ്സി ഗോൾ അടിച്ചു. ഇത്രയേ ഉള്ളൂ. പൊട്ടാഷ്യത്തിൻ്റെ സോഡിയത്തിൻ്റെ കാൽഷ്യത്തിൻ്റെ ക. അപ്പോൾ പൊസോക്ക. അടുത്തത് മഗ്നീഷ്യത്തിൻ്റെ മ, അലുമിനിയത്തിൻ്റെ ആ, സിങ്കിൻ്റെ സി. അലുമിനിയത്തിൻ്റെ ആ, സിങ്കിൻ്റെ സി. ഓക്കെ. അനിഡിലെ അയൺ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ഫസ്റ്റ് ആയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു അയൺ ആണ്. പിന്നെ അയണ്, നിക്കല്, ടിന്ന്, ലെഡ്. അനിടിലെ അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്. പിന്നെ ഹൈക്കോ, ഹൈഡ്രജൻ്റെ ഹൈ, കോപ്പറിൻ്റെ കോ. പിന്നെ മെസ്സി, മെർക്കുറി. അതിൽ സി എന്ന് പറയുന്നത് സിൽവർ. ലാസ്റ്റ് ഗോൾ അടിച്ചു, ഗോൾഡ്. പൊസോക്ക, മെഅസി, അനിയട്ടിലെ, ഹൈക്കോ, മെസ്സി ഗോൾ അടിച്ചു. പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഓക്കെ. അപ്പോൾ ഈ ഒരു കോഡ് വെച്ച് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു റിയാക്ടിവിറ്റി സീരീസ് ഓർത്തു വെക്കാൻ പറ്റും. ഈ റിയാക്ടിവിറ്റി സീരീസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലത്തെ ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ചാപ്റ്റർ പഠിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഈ കോഡ് വെച്ച് പഠിക്കാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പുതിയ കോഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് പഠിക്കാം. ഇത് കുറച്ച് സിമ്പിൾ കോഡാണെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഇങ്ങനെ റിയാക്ടിവിറ്റിൻ്റെ ഓർഡറിൽ എഴുതി വെക്കുന്ന, അതിൻ്റെ റിയാക്ടിവിറ്റീൻ്റെ ഒരു ഡിസെൻഡിങ് ഓർഡറിൽ മെറ്റൽസിനെ എഴുതി വെക്കുന്ന ഈ സീരീസിനാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുക. ഈ റിയാക്ടിവിറ്റി സീരീസിന് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതുകൊണ്ടുള്ള കുറച്ച് ഉപകാരങ്ങൾ, ഒരു 3 ആപ്ലിക്കേഷൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്നാമത്തേതാണ് ടു ഐഡൻറ്റിഫൈ വിച്ച് മെറ്റൽ ഈസ് ബീയിങ് ഡിസ്പ്ലേസ്ഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് 9ാം ക്ലാസ്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പഠിച്ചിട്ടില്ലേ? അതായത് ഒരു മെറ്റലിൻ്റെ സൊല്യൂഷനിൽ വേറൊരു മെറ്റൽ ഇറക്കി വെക്കുമ്പോൾ ആ മെറ്റൽ ഡിസ്പ്ലേസ്ഡ് ആവുന്ന. ഇപ്പോൾ നമ്മൾ നേരത്തെ കേസ് എടുക്കുക, നേരത്തെ കോപ്പറും സിങ്ക് ഉള്ള കേസ് ഉണ്ടല്ലോ, അതിൽ ഒരു ബീക്കറിൽ ഞാൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. കോപ്പർ സൾഫേറ്റ് പറയുമ്പോൾ ബ്ലൂ കളറില്ലേ, ബ്ലൂ. എന്തെടുത്തത്? കോപ്പർ സൾഫേറ്റ്, CuSO4. ഇനി അതിലേക്ക് കോപ്പർ എല്ലാം ഇറക്കി വെക്കാൻ പോണേ. ഞാൻ സിങ്ക് ഇറക്കി വെച്ചു. ഓക്കെ,
സിങ്കിൻ്റെ ഒരു റോഡ് ഇറക്കി വെച്ചു. എന്നിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഈ സിങ്കിന് ഒരു റെഡിഷ് ആയിട്ടുള്ളൊരു ഷൈനിങ് വരാൻ തുടങ്ങി. ഈ സിങ്കിന് റെഡിഷ് ആയിട്ടുള്ള ഒരു ഷൈനിങ് വരാൻ തുടങ്ങി. ഇവിടെ കുറച്ച് റെഡിഷ് ഷൈനിങ് വരാൻ തുടങ്ങി. പിന്നെ കോപ്പറിൻ്റെ ഈ ഒരു കോപ്പർ സൾഫേറ്റിൻ്റെ ഒരു നീല കളർ ഉണ്ടല്ലോ, അതിങ്ങനെ പയ്യെ ഇങ്ങനെ മാഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ സയൻറ്റിസ്റ്റ് ഇങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഞാൻ വെച്ചത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നീല കളറായിരുന്നു, പെട്ടെന്ന് അതിൻ്റെ കളർ പോയി കളർലെസ് ആയി, സിങ്ക് റോഡിൻ്റെ കളറും മാറുന്നു. അപ്പോൾ ഇവിടെ എന്തോ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ റിയാക്ഷനാണ് ശരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇവിടെ നമ്മൾ ഓക്സിഡേഷനും റിഡക്ഷനും നോക്കണം. അതായത് ഓക്സിഡേഷന് സിങ്ക് നേരെ പോയിട്ട് സിങ്ക് 2+ 2 ഇലക്ട്രോണായിട്ട് മാറുകയാണ്. പിന്നെ അതുപോലെ കോപ്പർ 2+ നേരെ പോയിട്ട് കോപ്പറും 2 ഇലക്ട്രോണായിട്ട് മാറുകയാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ ഫുൾ റിയാക്ഷൻ നമ്മൾ എഴുതുമ്പോൾ Zn + CuSO4 അല്ലേ, CuSO4 gives. ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെയുള്ള ഈ സൊല്യൂഷൻ്റെ ബ്ലൂ കളർ നഷ്ടപ്പെട്ടു. ഈ കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളർ നൽകാൻ കാരണം ഈ Cu+ അയൺസ് ആണ്. കോപ്പർ സൾഫേറ്റിൽ ഈ Cu+ അയൺസ് ആണ് നീല കളർ നൽകാൻ കാരണം. അപ്പോൾ ഈ നീല കളർ നഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ Cu+ അയൺസ് നഷ്ടപ്പെടുന്നു, അതിൻ്റെ എമൗണ്ട് കുറയുന്നു എന്നല്ലേ. അപ്പോൾ ഈ Cu+ എന്താ ചെയ്യുന്നത്? അത് ഡിസ്പ്ലേസ്ഡ് ആവാണ്. Cu+ നേരെ പോയിട്ട് ഇവിടെ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. ഓക്കെ, ഇവിടെ Cu ആകുന്നു, ബാക്കി Zn നേരെ പോയിട്ട് SO4ൻ്റെ ഒപ്പം. അപ്പോൾ ഈ Zn നേരെ Cuനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് SO4ൻ്റെ ഒപ്പം കയറിയിരുന്നു. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചെന്ന് മനസ്സിലായില്ലേ? അതായത് ഈ Znലുള്ള Zn കോപ്പർ സൾഫേറ്റിലുള്ള SO4 കൂടിച്ചേർന്നിട്ട് ZnSO4 ഉണ്ടായി. CuSO4 ഉണ്ടായിരുന്ന കോപ്പർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് റിഡക്ഷൻ നടന്ന് Cu മാത്രമായി. ഇപ്പോൾ ഇവിടെ ഇതിൽ പഠിക്കാനുള്ളത് മാത്രമാണ്, റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഡിസ്പ്ലേസ് ആകപ്പെടും. എന്തിനെ? ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള. ഇവിടെ ഞാൻ എടുത്ത ഈ ഒരു സിങ്ക് എന്ന് പറയുന്നത് റിയാക്ടിവിറ്റി സീരീസ് വെച്ച് നോക്കുമ്പോൾ സിങ്ക് ഇവിടെ അല്ലേ സിങ്ക് കിടക്കുന്നത്, കോപ്പർ എവിടെയാണ് കിടക്കുന്നത്? ഇവിടെയാണ്. അപ്പോൾ റിയാക്ടിവിറ്റി കൂടുതൽ സിങ്കിനാണ്, കോപ്പറിന് റിയാക്ടിവിറ്റി കുറവാണ്. അപ്പോൾ ഈ സിങ്ക് പോയിട്ട് കോപ്പറിനെ പിടിച്ച് ഡിസ്പ്ലേസ് ആക്കി, ശക്തി കൂടിയ ശക്തി ഇല്ലാത്തവനെ ഡിസ്പ്ലേസ് ആക്കി. ഓക്കെ, ഇവിടെ അത്രേ സംഭവിച്ചിട്ടുള്ളൂ. ദ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള സിങ്ക് കോപ്പറിനെ ഡിസ്പ്ലേസ് ആക്കി. അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി ടു ഐഡൻറ്റിഫൈ വിച്ച് മെറ്റൽ ഈസ് ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചത്. ഞാൻ ഇതുപോലെ അടുത്തൊരു പ്രോപ്പർട്ടി, അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നമ്മളോട്. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് ഒരിക്കലും കോപ്പർ വെസലിൽ, ചെമ്പ് പാത്രങ്ങളിൽ ഈ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഒരിക്കലും എടുത്തു വെക്കാറില്ല. നമുക്കിതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, വെറുതെ പൊട്ടന്മാരോട് ചോദിക്കണ മാതിരി ചോദിക്കുകയാണ്. ഇത് സിമ്പിളാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ കാരണമാണ്. സിൽവർ നൈട്രേറ്റ് റിയാക്ടിവിറ്റി കുറവാണ്, കോപ്പറിന് റിയാക്ടിവിറ്റി കൂടുതലാണ്. കോപ്പർ പോയിട്ട് സിൽവർ നൈട്രേറ്റിലുള്ള സിൽവറിന് റീപ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് സിൽവർ നൈട്രേറ്റ് കോപ്പർ വെസലിൽ ഒരിക്കലും എടുത്തു വെക്കാത്തത്. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി ടു ഐഡൻറ്റിഫൈ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. നമ്മൾ നേരത്തെ ഓക്സിഡേഷൻ നടക്കുന്ന ആനോഡും റിഡക്ഷൻ നടക്കുന്ന കാഥോഡും ഒക്കെ പഠിച്ചു. ഇനി ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാ, റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാ, ഇതൊക്കെ ഈ ഒരു റിയാക്ടിവിറ്റി സീരീസ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ഒരു റിയാക്ഷനാണ്. ഈ റിയാക്ഷനിൽ മഗ്നീഷ്യം പ്ലസ് CuSO4 ഗീവ്സ് മഗ്നീഷ്യം SO4. ഇതിൽ മഗ്നീഷ്യത്തിന് റിയാക്ടിവിറ്റി കൂടുതലാണ്. അത് കോപ്പറിനെ നേരത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ നടന്നതുപോലെ ഇവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഇവിടെ എന്താ, മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഓക്സിഡൈസ് ചെയ്യുന്നു, ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ.
വാട്ട് ഈസ് ദ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് ദ റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദിസ് റിയാക്ഷൻ. എടാ ഈ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ കൊടുക്കല്ലേ. ഇലക്ട്രോണിന് കൊടുക്കാൻ കാരണം എന്താ? അപ്പുറത്ത് ആരോ ഇലക്ട്രോൺ വാങ്ങുന്നുണ്ട്. ഇലക്ട്രോണിനെ വാങ്ങുന്ന ആള് അവിടെ നടക്കുന്നത് റിഡക്ഷനാണ്. അപ്പോൾ അവിടെ റിഡക്ഷൻ നടക്കാൻ കാരണം ഇവിടെ ഇലക്ട്രോൺ കൊടുക്കുന്ന ആളല്ലേ. അപ്പോൾ അവിടെ റിഡക്ഷൻ നടക്കാൻ കാരണക്കാരനെ അല്ലേ ശരിക്കും റെഡ്യൂസിങ് ഏജന്റ്, റെഡ്യൂസ് ചെയ്യാൻ നടത്തിയ അല്ലെങ്കിൽ ഉള്ള ഏജന്റിനെ അല്ലേ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയാം. അതെ, അതുപോലെ തന്നെ അവിടെ റിഡക്ഷൻ നടന്നു. റിഡക്ഷൻ നടക്കാൻ കാരണം ഇവിടുന്ന് ഓക്സിഡേഷൻ നടന്നുകൊണ്ടാണ്. ഇവിടുന്ന് ഇലക്ട്രോൺ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അവിടെ ഇലക്ട്രോൺ വാങ്ങുന്നത് കാരണമാണ് ഇവിടുന്ന് ഇലക്ട്രോൺ അങ്ങോട്ട് പോയത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നടക്കാൻ കാരണം അവിടെ ഇലക്ട്രോൺ വാങ്ങിയ ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അപ്പോൾ ഒരിക്കലും മാറിപ്പോകരുത്. ഓക്സിഡേഷൻ നടക്കുന്ന ആനോഡ് ഉണ്ടല്ലോ, അതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. റിഡക്ഷൻ നടക്കുന്ന ആ ഒരു കാഥോഡ് ഉണ്ടല്ലോ, ആ ഒരു കാഥോഡാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും ഓക്സിഡേഷൻ നടക്കുന്ന ആനോഡും റിഡക്ഷൻ നടക്കുന്ന കാഥോഡും തമ്മിൽ ഒരിക്കലും മാറിപ്പോകരുത്. ദ സബ്സ്റ്റൻസ് ദാറ്റ് കോസസ് ഓക്സിഡേഷൻ ഈസ് കാൾഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് റിഡക്ഷൻ കോസ് ചെയ്യുന്നതാട്ടോ. റിഡക്ഷൻ നടക്കുന്ന ഒരു ഇലക്ട്രോഡല്ല, ഓക്സിഡേഷന് കാരണക്കാരൻ ആരാണോ അവനെയാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ദ സബ്സ്റ്റൻസ് കോസസ് ഓക്സിഡേഷൻ ഈസ് കാൾഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, ദ സബ്സ്റ്റൻസ് ദാറ്റ് കോസിങ് റിഡക്ഷൻ ഈസ് കാൾഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു റിയാക്ഷൻ എടുക്കുകയാണ്, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും കോപ്പറും. ഇവിടെ സിൽവറിനല്ല റിയാക്ടിവിറ്റി കുറവ്. നേരത്തെ റിയാക്ടിവിറ്റി സീരീസ് വെച്ച് നോക്കിയാൽ മനസ്സിലാവും സിൽവറിന് കോപ്പറിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കുറവാണ്. അപ്പോൾ കോപ്പർ സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്തു. ഈ ഒരു റിയാക്ഷനിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്താ? സിമ്പിളാണ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസേഷന് സഹായിക്കുന്ന ആൾ. അതാരാ? റിഡക്ഷൻ നടക്കുന്ന ആളല്ലേ. റിഡക്ഷൻ ഇവിടെ ആർക്കാണ് നടക്കുന്നത്? റിഡക്ഷൻ നടക്കുന്നത് ഇവിടെ ഏജിക്കാണ്. കാരണം ഏജിക്ക് റിയാക്ടിവിറ്റി കുറവാണ്. റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കുന്ന ആൾക്കാണ്. ഓക്സിഡേഷൻ ആർക്കാണ് നടക്കുന്നത്? കോപ്പറിന് റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഓവറോൾ ഇത്രേ പഠിക്കാനുള്ളൂ. ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന സൈമൾട്ടേനിയസ്ലി നടക്കുന്ന റിയാക്ഷൻ. മോർ റിയാക്റ്റീവ് മെറ്റൽ ആക്ട് ആസ് റെഡ്യൂസിങ് ഏജൻറ്റ്, ലെസ് റിയാക്റ്റീവ് മെറ്റൽ ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കും, കാരണം ഓൾക്ക് ഓക്സിഡേഷൻ നടക്കുക. ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കും. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നമ്മൾ ഏതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത മൂന്നാമത്തെ ദ ലാസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ടു ഐഡൻറ്റിഫൈ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്. ഞാനിവിടെ ഒരു 5 ടെസ്റ്റ് ട്യൂബ് എടുത്തു. 5 ടെസ്റ്റ് ട്യൂബ്. ഓക്കെ, ഈ 5 ടെസ്റ്റ് ട്യൂബിലും ഈക്വൽ എമൗണ്ട് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു. എന്താ എടുത്തത്? HCl എടുത്തു. എന്നിട്ട് ഓരോന്നിലും ഇപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ ഞാൻ അയൺ ഇട്ടു, രണ്ടാമത്തേൽ മഗ്നീഷ്യം ഇട്ടു, മൂന്നാമത്തേൽ കോപ്പർ, നാലാമത്തേൽ ലെഡ്, പിന്നെ അഞ്ചാമത്തേൽ സിങ്ക് ഇട്ടു. എന്നിട്ട് ഒബ്സർവ് ചെയ്തു കേട്ടോ. ഒബ്സർവ് ചെയ്യുമ്പോൾ അയണിൽ കുറച്ച് ബബിൾസ് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. മഗ്നീഷ്യത്തിൽ നോക്കുമ്പോൾ ഫുൾ ബബിൾസാണ്. ബബിൾസിനെ കൊണ്ട് മഗ്നീഷ്യം തന്നെ കാണാൻ പറ്റുന്നില്ല. കോപ്പറിനെ നോക്കുമ്പോൾ കോപ്പറിൽ ഒന്നും കാണുന്നില്ല, കോപ്പർ അതുപോലെ തന്നെ കിടക്കുന്നു. അവിടെ ലെഡ് കുറച്ച് ബബിൾസ് ഉണ്ട്, അയണിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ടില്ല. പിന്നെ സിങ്കിനും കുറച്ച് ബബിൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താ? അതായത് കോപ്പർ റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജൻ്റെ താഴെയല്ലേ കിടക്കുന്നത്, ബാക്കി എല്ലാ മെറ്റൽസും ഹൈഡ്രജൻ്റെ മേലെയാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ മേലെയുള്ള ഈ മെറ്റൽസൊക്കെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിലിടുമ്പോൾ അതിൽ റിയാക്ഷൻ നടന്നിട്ട് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഹൈഡ്രജൻ മേലോട്ട് പോകുന്നതാണ് ഈ കുമിളകൾ. അപ്പോൾ ഇതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. ദ മെറ്റൽസ് പ്ലേസ്ഡ് എബോവ് ഹൈഡ്രജൻ ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ് ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ഡൈല്യൂട്ട് ആസിഡ്സ്. അതിപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആവണമെന്നില്ല, H2SO4 എടുത്തു കഴിഞ്ഞാലും ഹൈഡ്രജൻ്റെ മേലെയുള്ള മെറ്റൽസ് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യും. അപ്പോൾ 3 പ്രോപ്പർട്ടീസ് പഠിച്ചു റിയാക്ടിവിറ്റി സീരീസിൻ്റെ. ഇനി
നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെല്ല് പഠിക്കാൻ പോകണം. അതിൻ്റെ മുന്നേ ഒരു ചെറിയ ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ഹൈഡ്രോക്ലോറിക് ആസിഡ്? നോക്കടാ, സോഡിയം ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, അലുമിനിയം ഉണ്ട്. നമുക്കറിയില്ലേ ഗോൾഡും സിൽവറും താഴെ കിടക്കുന്ന, ബാക്കി രണ്ടും മേലെയാണ്. ഇത് രണ്ടും ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് ഇലക്ട്രോലിറ്റിക് സെല്ല്, ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് ഇലക്ട്രോലിറ്റിക് സെല്ല്. അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു? ഗാൽവാനിക് സെല്ല്. ഗാൽവാനിക് സെല്ല് കെമിക്കൽ റിയാക്ഷൻസ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻസ് നടത്തുന്നു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മഗ് എടുത്തു. ഓക്കെ, അതിന് 2 ഹോൾ ഇട്ടു. എന്നിട്ട് അതിലൂടെ 2 ഗ്രാഫൈറ്റ് റോഡുകൾ കയറ്റി വെച്ചു. എന്നിട്ട് അതിനെ ഞാനൊരു റബ്ബർ സ്റ്റോപ്പർ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഒന്ന് ആനോഡും ഒന്ന് കാഥോഡുമാണ്. ആനോഡ് നേരെ പോസിറ്റീവിലേക്ക് കൊടുത്തു, കാഥോഡ് നെഗറ്റീവിലേക്ക് കൊടുത്തു. ഇവിടെ കൺഫ്യൂഷൻ എന്താ വരിക? നേരത്തെ ആനോഡ് നെഗറ്റീവിലേക്കാണ് കൊടുത്തത്, ഇവിടെ പോസിറ്റീവിലേക്ക് കൊടുത്തു. അപ്പോൾ മാറ്റം എന്താ? ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ആനോഡും കാഥോഡും പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുന്ന ആ ഒരു സ്റ്റെപ്പാണ്. വൃത്തിക്ക് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, ഇതിൽ അടുത്തത് ഇവിടെ കുറച്ച് വാട്ടർ എടുത്തു. പിന്നെ ഇതിനെ ഒരു ടെസ്റ്റ് ട്യൂബ് വെച്ച് മൂടി വെച്ചു. 2 ഗ്രാഫൈറ്റ് റോഡുകളെയും ടെസ്റ്റ് ട്യൂബ് വെച്ച് മൂടി വെച്ചു. എന്നിട്ട് കുറച്ച് ഒരു 2-3 മില്ലി 2 or 3 മില്ലി H2SO4 ആഡ് ചെയ്തു. എടാ, ഈ H2SO4 എന്തിനാ ആഡ് ചെയ്തത്? H2SO4 ആഡ് ചെയ്തത് ഈ വാട്ടറിൻ്റെ അയണൈസേഷൻ കപ്പാസിറ്റി പെട്ടെന്ന് അയണൈസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ H2SO4നെ ആഡ് ചെയ്തത്. ഈ H2SO4 ഒരിക്കലും വെള്ളത്തിലേക്ക് അപ്പാടെ ഒഴിക്കില്ല. അത് സൈഡിൽ ചെരിച്ചുടിച്ചിട്ടേ ഒഴിക്കുകയുള്ളൂ. കാരണം അത് വലിയ എക്സോതെർമിക് റിയാക്ഷനാണ്. പൊട്ടിത്തെറിക്കാനും ഒഴിക്കുന്ന ആൾക്ക് അപായം സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് അതിൻ്റെ 7th ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇങ്ങനെ ഈ സെറ്റപ്പിന് ശേഷം ഞാൻ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടു. ഇലക്ട്രിസിറ്റി കടത്തിവിട്ടതിന് ശേഷം ഈ 2 ഗ്രാഫൈറ്റ് റോഡുകൾ വെച്ച ടെസ്റ്റ് ട്യൂബുകളിലും ബബിൾസ് വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബ് മാറ്റിയിട്ട് ഞാനൊരു കത്തുന്ന മാച്ച് സ്റ്റിക്ക് അവിടെ വെച്ചപ്പോൾ ഇത് കൂടുതൽ കത്താൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താ? കത്താൻ സഹായിക്കുന്ന 2 വാതകങ്ങൾ ഇതിൽ പുറത്ത് വരുന്നുണ്ട്, ഓക്സിജനും ഹൈഡ്രജനും. അപ്പോൾ ഇതിൽ ആകെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതുള്ളൂ, ഈ വാട്ടർ അയണൈസ് ആയി H2O എന്ന് പറയുന്ന ഈ ഒരു വാട്ടർ അയണൈസ് ആയിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറി. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ ഇതിലെടുത്ത നമ്മൾ എടുത്ത വാട്ടർ ഉണ്ടല്ലോ, ഈ വാട്ടർ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ വാട്ടറിന് നമ്മൾ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ വാട്ടർ എന്നല്ല, അങ്ങനെ നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എല്ലാ സൊല്യൂഷനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി in molten state or in aqueous solution and undergo chemical changes. Electrolysis is the process by which an electrolyte undergoes chemical changes when electricity is passed through it. ഒന്നുമില്ലടാ, അതായത് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ മോൾട്ടൺ സൊല്യൂഷനിലോ അക്വസ് സൊല്യൂഷനിലോ. അതെന്താ സാറേ മോൾട്ടൺ സൊല്യൂഷനും അക്വസ് സൊല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം? നല്ല ഡൗട്ടാണ്. മോൾട്ടൺ സൊല്യൂഷനും അക്വസ് സൊല്യൂഷനും തമ്മിൽ ആകെ ഒരു വ്യത്യാസമുള്ളൂ. മോൾട്ടണിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടാവില്ല, അക്വസ് സൊല്യൂഷനിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. ഓക്കെ, NaCl അതായത് നമ്മുടെ ഉപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് NaCl വെച്ചിട്ടുള്ള അതിൻ്റെ അക്വസ് സൊല്യൂഷനും പിന്നെ അതുപോലെ മോൾട്ടൺ സൊല്യൂഷനും നമ്മൾ 2 ടോപ്പിക്കായിട്ട് തന്നെ താഴെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മോൾട്ടൺ സൊല്യൂഷനിലോ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനിലോ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടതിന് ശേഷം അതിന് ഒരു കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ, ഇലക്ട്രോലൈറ്റ്സ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണം, മതിയോ? കണ്ടക്ട് ചെയ്താൽ പോരാ, പിന്നെ അണ്ടർഗോ കെമിക്കൽ ചേഞ്ചസും സംഭവിക്കണം. ഇലക്ട്രോലിസിസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ഇലക്ട്രോലൈറ്റ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ചസ്. അപ്പോൾ ഈ നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ടോട്ടൽ പറയുന്ന ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ഇവിടെ ഞാൻ എടുത്തപ്പോൾ പോസിറ്റീവ് നേരെ ആനോഡിലാണ് കൊടുത്തത്,
നെഗറ്റീവ് നേരെ കാഥോഡിലാണ് കൊടുത്ത്. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷന് നടക്കുക, ഓക്സിഡേഷൻ. കാഥോഡിൽ എപ്പോഴും റിഡക്ഷന് നടക്കുക. ഇത് ഗാൽവാനിക് സെല്ലായാലും ഇലക്ട്രോലൈറ്റിക് സെല്ലായാലും മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട്, ഇൻ ആൻ ഇലക്ട്രോലൈറ്റിക് സെൽ ഓക്സിഡേഷൻ takes place at the anode which is positive electrode. അല്ലേ, ഇലക്ട്രോലൈറ്റിക് സെല്ല് പോസിറ്റീവിനാണ് ആനോഡ് എന്ന് പറയാം. ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് കാഥോഡ് വിച്ച് ഈസ് നെഗറ്റീവ് ഇലക്ട്രോഡ്. പോസിറ്റീവ് ആനോഡാണ്, ആനോഡിൽ ഓക്സിഡേഷൻ ആണ്. നെഗറ്റീവ് കാഥോഡിൽ റിഡക്ഷൻ ആണ്. എന്നാൽ ഗാൽവാനിക് സെല്ലിലോ ആനോഡ് വേർ ഇൻ എ ഗാൽവാനിക് സെൽ ദ ആനോഡ് വേർ ദ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. ഇവിടെ അങ്ങനെ തന്നെയാണ്, ആനോഡ് തന്നെയാണ് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ അത് നെഗറ്റീവായിട്ടാണ്, ഇവിടെ പോസിറ്റീവായിട്ടാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇലക്ട്രോലൈറ്റിക് സെല്ലും ഈ ഒരു ഗാൽവാനിക് സെല്ലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ 2 ടൈപ്പ് ഓഫ് ഇലക്ട്രോലിസിസ് ആണ്. ഒന്ന് ഇലക്ട്രോലിസിസ് ഓഫ് മോൾട്ടൺ NaCl എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്. ഇവിടെ ഞാൻ നേരത്തെ അതുപോലത്തെ അപ്പാരറ്റസ് എടുത്തു, 2 ഗ്രാഫൈറ്റ് റോഡുകൾ ഇറക്കി വെച്ചു, എന്നിട്ട് മോൾട്ടൺ ആയിട്ടുള്ള NaCl സൊല്യൂഷൻ. എപ്പോഴും വീണ്ടും ആ ഡൗട്ട് ഉണ്ടോ, മോൾട്ടനും അക്വസും തമ്മിലെ വ്യത്യാസം? എടാ, മോൾട്ടൺ എന്ന് പറഞ്ഞാൽ അതിൽ NaCl മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മളെ ഈ ഉപ്പ് ഉണ്ടല്ലോ, ഈ ഉപ്പ് എടുത്തിട്ട് ഒരു 800 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി കഴിഞ്ഞാൽ അത് മെൽറ്റ് ചെയ്യും, അതിൻ്റെ ഒരു മെൽറ്റിംഗ് പോയിന്റ് എത്തും. അതിന് വേറെ ആഡ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, അതേ ഉപ്പ് മാത്രം എടുത്തിട്ട് അതിനൊന്ന് മെൽറ്റ് ചെയ്യും. അതാണ് മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറയുക. അക്വ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന് വാട്ടറിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കുന്ന സൊല്യൂഷനാണ്. അപ്പോൾ ഓക്കെ, കൂടുതൽ ഡൗട്ടൊന്നും ഉണ്ടാവേണ്ടതല്ല. അപ്പോൾ എന്നിട്ട് ഞാൻ ആനോഡ് കാഥോഡ് ഓക്കെ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കറണ്ട് കടത്തിവിട്ടതിന് ശേഷം ഒബ്സർവ് ചെയ്തപ്പോൾ 2 ഒബ്സർവേഷനാണ് കിട്ടിയത്. ഒന്ന് ക്ലോറിൻ ഗ്യാസ് ഒരു പെയിൽ ഗ്രീൻ കളറാവും കേട്ടോ, ഇതിൽ കാണുന്നില്ലേ, ഒരു പെയിൽ ഗ്രീൻ കളറാവും. അത് ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യപ്പെട്ടു, ലിബറേറ്റഡ് അറ്റ് ആനോഡ്. അതുപോലെ ഇവിടെ ഈ ഒരു ഗ്രാഫൈറ്റിൻ്റെ അവിടെ ഒരു ഷൈനിങ്, സിൽവർ കളർ പോലുള്ള ഒരു ഷൈനിങ് വന്നു. അപ്പോൾ എന്തായിരുന്നു, ആ Na+ അയോൺസ് കാഥോഡിൽ ഡെപ്പോസിറ്റ് ആയി. ഓക്കെ, ഇവിടെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ എന്താണ്? അപ്പോൾ ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ അല്ല നടക്കുക. ഇവിടെ ഉള്ള Cl- ഉണ്ടല്ലോ, ഞാൻ 2 Cl- എടുത്തു. ഓക്കെ, ഒരു വൃത്തിക്ക് എഴുതാം, നമുക്ക് താഴെ എഴുതാം. ഓക്കെ, ആനോഡിൽ എന്താ നടക്കുക? ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും. ഇവിടെയുള്ള Cl-, 2 Cl- നേരെ പോയിട്ട് ഓക്സിഡേഷൻ നടന്നിട്ട് നമ്മൾ പ്യുവർ ആയിട്ടുള്ള ക്ലോറിൻ ഗ്യാസ് കിട്ടും, പ്ലസ് 2 ഇലക്ട്രോൺ ലിബറേറ്റഡ് ആവും. കാഥോഡിൽ നമ്മുടെ 2 Na+ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ 2 ഇലക്ട്രോൺ കൂടി ചേർന്നിട്ട് നേരെ Na+ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോടാ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇലക്ട്രോലിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. ഇനി അടുത്തത് ഇലക്ട്രോലിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ്. അക്വസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? അവിടെ വാട്ടർ ഉണ്ട്. അപ്പോൾ ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നേരത്തെ പോലെ ആനോഡും കാഥോഡും ഒക്കെ കണക്ട് ചെയ്തു. പക്ഷേ ഇവിടെ കാഥോഡിൽ സോഡിയം വന്ന് ഡെപ്പോസിറ്റ് ആകുകയല്ല ചെയ്തത്, ഹൈഡ്രജൻ ഗ്യാസ് ആണ് പുറത്തു വന്നത്. ആനോഡിൽ അതേ റിയാക്ഷൻ തന്നെ. ആനോഡിൽ റിയാക്ഷൻ എന്തായിരുന്നു? ആനോഡ് ക്ലോറിന് 2 ക്ലോറിൻ മൈനസ് ഗീവ്സ് ക്ലോറിൻ 2 ക്ലോറിൻ പ്ലസ് 2 ഇലക്ട്രോൺ. ഓക്കെ, ഇനി കാഥോഡിൽ ഇവിടെ Na+ ഉണ്ട്, പിന്നെ H2 അല്ലേ, H2 ഉണ്ട്. എടാ, റിയാക്ടിവിറ്റി സീരീസിൽ സോഡിയം ആണോ ഹൈഡ്രജൻ ആണോ മുകളിൽ? സോഡിയം അല്ലേ, സോഡിയമാണ് മുകളിൽ. ഇപ്പോൾ സോഡിയത്തിനല്ലേ ഓക്സിഡൈസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ? അതെ,
അപ്പോൾ റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കാം ഹൈഡ്രജന്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഹൈഡ്രജന് ലിബറേറ്റ് ആവുന്നത്. ഈ H2O ഉണ്ടല്ലോ, ഈ H2O പോയിട്ട് 2 H2O പോയിട്ട് നേരെ അതിൻ്റെ ഇപ്പോൾ 2 ഇലക്ട്രോൺ കൂടി ചേർന്നിട്ട് 2 ഇലക്ട്രോൺ കൂടി ചേർന്ന് നേരെ ഹൈഡ്രജൻ ഉണ്ടാകുന്നു, പിന്നെ 2 OH- ഉണ്ടാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, കാഥോഡിൽ സോഡിയം അല്ല ഡെപ്പോസിറ്റ് ആവുന്നത്, ഇവിടെ ഹൈഡ്രജൻ ആണ്. കാരണം എന്തായിരുന്നു? റിയാക്ടിവിറ്റി സീരീസ് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്സിഡേഷൻ നടക്കാനുള്ള ടെൻഡൻസി സോഡിയത്തിനായിരുന്നു കൂടുതൽ, പക്ഷേ റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി ഹൈഡ്രജൻ ആയിരുന്നു കൂടുതൽ. അപ്പോൾ ഓവറാൾ റിയാക്ഷൻ ആനോഡിലും കാഥോഡിലും നടക്കുന്ന താഴെ തന്നിട്ടുണ്ട്. ക്ലോറിൻ മൈനസ് പോയിട്ട് ക്ലോറിൻ ആവുന്നു, എന്നിട്ട് ക്ലോറിൻ ഗ്യാസ് ഇവിടെ പെയിൽ ഗ്രീനുള്ള ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ആവുന്നു. അതുപോലെ തന്നെ ഇവിടെ വാട്ടർ നേരെ പോയിട്ട് ഹൈഡ്രജനും OH- ആവുന്നു. അപ്പോൾ ഇവിടെ ബാക്കി ഉണ്ടാവുക എന്തായിരുന്നു? മേലെ ബാക്കി ഉണ്ടാവുക ഒരു Na+ ഉണ്ടാവും, ഇപ്പുറത്ത് ഒരു OH- ഉണ്ടാവും. ഇത് തമ്മിൽ കൂടിച്ചേർന്നിട്ട് NaOH ബാക്കി ഉണ്ടാവും. ഓക്കെ, റിയാക്ഷൻ. അപ്പോൾ 2 ടൈപ്പ് ഓഫ് സെല്ലുകൾ നമ്മൾ പഠിച്ചു. ഇലക്ട്രോ കെമിക്കൽ സെല്ല്, ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും. ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ഇലക്ട്രോലിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡിൻ്റെ മോൾട്ടനും അക്വ സൊല്യൂഷൻ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് പറഞ്ഞാൽ ആ കാഥോഡിൽ വരുന്ന ഡിഫറൻസ് അത് മനസ്സിലാക്കി. നമ്മൾ ഇതിൻ്റെ ഒരു ഇലക്ട്രോലിസിസിൻ്റെ ഒരു അപ്ലിക്കേഷനിൽ, ഈ ആനുകാലിക പ്രസക്തിയുള്ള ഒരു അപ്ലിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോലിറ്റിക് സെല്ലും ഇലക്ട്രോ കെമിക്കൽ സെല്ലും പഠിച്ചു. ഇനി ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ ഒരു പ്രധാനപ്പെട്ട അപ്ലിക്കേഷനാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. നമ്മൾ ഈ സ്വർണം പൂശുക നോക്കി കേട്ടിട്ടില്ലേ? ഈ സ്വർണം പൂശുക എന്ന് പറയുന്നത് ശരിക്ക് നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെയാണ് സ്വർണം പൂശുക, ചെമ്പ് പൂശുക, സിൽവർ കോട്ട് ചെയ്യുക, ഇതൊക്കെ ഈ ഒരു പ്രോസസ്സ് വെച്ചിട്ടാണ് ചെയ്യാം. ഇത് നേരത്തെ നമ്മൾ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ആനോഡിന് പകരം ആനോഡിൻ്റെ സൈഡിൽ നമ്മൾ കോട്ട് ചെയ്യേണ്ട ആ ഒരു മെറ്റൽ എടുക്കുന്നു. ഇപ്പോൾ സിൽവറാണ് പ്ലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ സിൽവർ റോഡ് എടുക്കും. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു അയൺ റിങ്ങും ഒരു കോപ്പർ പ്ലേറ്റുമാണ്. ഇവിടെ ആനോഡിലേക്ക് നേരെ അതായത് ഏത് മെറ്റലാണോ പൂശേണ്ടത്, ഏത് മെറ്റലാണോ പ്ലേറ്റ് ചെയ്യേണ്ടത് അത് നേരെ ആനോഡിലേക്ക് കൊടുത്തു. എന്തിലാണോ കോട്ട് ചെയ്യേണ്ടത് അത് നേരെ കാഥോഡിലേക്ക് കൊടുക്കുന്നു. എന്നിട്ടിപ്പോൾ ഇവിടെ കോപ്പറാണ് കോട്ട് ചെയ്യേണ്ടത്, അപ്പോൾ കോപ്പറിന് അനുയോജ്യമായിട്ടുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു. അപ്പോൾ ഇവിടെ ആനോഡിൽ എന്ത് നടക്കും? ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ നടക്കും. ആനോഡിൽ Cu നേരെ പോയിട്ട് Cu2++2 ഇലക്ട്രോൺ ആവും. കാഥോഡിൽ അതായത് അയൺ റിങ്ങിൽ ഈ Cu2+ പോയിട്ട് Cu2+ അതിൻ്റെ ഇപ്പോൾ 2 ഇലക്ട്രോൺ കൂടിയിട്ട് കോപ്പറാവും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് ഈ കാലഘട്ടത്തിൽ, സ്വർണത്തിന് ഇത്രയും വില കൂടിയ കാലഘട്ടത്തിൽ ഈ ഒരു പ്രോസസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൂടുതലല്ലേ? അതായത് സ്വർണം പൂശുക എന്നൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങനത്തെ ആഭരണങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് കോട്ടിങ് എ ലെയർ ഓഫ് വൺ മെറ്റൽ ഓൺ ടു അനദർ. അതായത് ഒരു മെറ്റലിന് പുറത്ത് വേറൊരു മെറ്റലിനെ കോട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കോപ്പറാണ് എടുത്തത്. ഇനി നിങ്ങൾക്ക് സിൽവർ കോട്ട് ചെയ്യണമെങ്കിൽ അവിടെ എടുക്കേണ്ട സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനാണ്. ആ സിൽവർ സയനൈഡ് സൊല്യൂഷനും എടുക്കാം. പിന്നെ ഗോൾഡ് ആണെങ്കിൽ സോഡിയം സയനൈഡ് സൊല്യൂഷനും ഗോൾഡ് സയനൈഡ് സൊല്യൂഷനും മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ ഒരു 5 അപ്ലിക്കേഷൻ, അതായത് ഇലക്ട്രോലിസിസിന് കുറച്ച് അപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. എക്സാമിന് അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോലിസിസ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഓരോന്നിലേക്ക് കിടക്കാം. പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, നമ്മൾ ചില മെറ്റൽസിൻ്റെ പ്രൊഡക്ഷൻ ഇലക്ട്രോലിസിസ് ആണ് യൂസ് ചെയ്യുക. സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, അലുമിനിയം ഒക്കെ ഇതിലൂടെയാണ് ഉണ്ടാക്കുക. പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽ, ഇപ്പോൾ നേരത്തെ നമ്മൾ ഹൈഡ്രജനും ക്ലോറിനും ഇലക്ട്രോലിറ്റിക് സെല്ല് വെച്ച് ഉണ്ടാക്കി. അതുപോലെ തന്നെ ഓക്സിജനും ഇതുപോലെ തന്നെ ഉണ്ടാക്കുക. പിന്നെ മാനുഫാക്ചർ ഓഫ് കോമ്പൗണ്ട്സ്, സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും ഒക്കെ ഇലക്ട്രോലിസിസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ്. പിന്നെ ഇലക്ട്രോപ്ലേറ്റിംഗ്, ഇപ്പോൾ നേരത്തെ പഠിച്ച ജ്വല്ലറിയിൽ നമ്മൾ ഇപ്പം മുക്ക് പണ്ടെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്.
അതായത് ഇലക്ട്രോ പ്ലേറ്റിംഗ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. പിന്നെ അതുപോലെ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതായത് കോപ്പറിൻ്റെ റിഫൈനിങ്ങിൽ വരുന്നത് ഇത് ഇലക്ട്രോലിറ്റിക് പ്ലേറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോലിസിസ് വെച്ചിട്ടാണ് നമ്മൾ കോപ്പറിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ ചാപ്റ്റർ തീരാനായി. ലാസ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ് അല്ലെങ്കിൽ ബാറ്ററി. ഓക്കെ, എ സെൽ ഈസ് എ ഡിവൈസ് ദാറ്റ് ഹെൽപ്സ് ടു കൺവേർട്ട് ദ എനർജി റിലീസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിസിറ്റി. ഒരു സെല്ല്, നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത് ശരിക്കും ബാറ്ററി അല്ല അതിൻ്റെ പേര് സെല്ലാണ്. ഈ സെല്ല് എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസിൽ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഡയറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സെൽസിന് മെയിനായിട്ട് 2 ഫങ്ഷനാണ് ഉള്ളത്. ഒന്ന്, അത് പോർട്ടബിൾ ആണ്. അതായത് ഇപ്പോൾ എനർജി ഉണ്ടല്ലോ, ഇലക്ട്രിസിറ്റി നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ബാറ്ററീസ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണമല്ലേ. പിന്നെ അതുപോലെ രണ്ടാമത്താണ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇത് അതുപോലെ ഡെഫിനിഷന് ടെക്സ്റ്റിലുണ്ട്. പിന്നെ നമ്മളൊരു 2 ടൈപ്പ് സെല്ലുകളുണ്ട്. ഒന്ന് പ്രൈമറി സെല്ലും ഒന്ന് സെക്കൻഡറി സെല്ലും. പ്രൈമറി സെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഗിൾ യൂസിനെ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ റിമോട്ടിൽ യൂസ് ചെയ്യുന്ന സെല്ലായാലും ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന സെല്ലായാലും ഒരു ടൈമിൽ അതിൻ്റെ ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതിനെ റീചാർജ് ചെയ്യാൻ പറ്റില്ല, അത് ഡെഡായി പോകും. അങ്ങനത്തെ സെല്ലിന് പറയുന്ന പേരാണ് പ്രൈമറി സെൽസ്. എക്സാമ്പിളാണ് ഡ്രൈ സെല്ല്, ബട്ടൺ സെല്ല്. ഡ്രൈ സെല്ല് നമ്മൾ സാധാ കാണുന്ന റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ ബട്ടൺ സെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ വാച്ചസിൽ യൂസ് ചെയ്യുന്നു. പിന്നെ അടുത്തതാണ് സെക്കൻഡറി സെല്ല്. സെക്കൻഡറി സെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ റീയൂസബിൾ ആണ്. അതായത് ഇൻ കേസ് ചാർജ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് ലെഡ് ആസിഡ് സെല്ലും നിക്കൽ കാഡ്മിയം സെല്ലും. പിന്നെ ലിഥിയം അയൺ സെല്ലുകൾ ഉണ്ട്. അതായത് മോസ്റ്റ്ലി റെലവൻ്റ് ആണ് നമ്മൾ ഫോണിൽ പിന്നെ അതുപോലെ ഇലക്ട്രിക് ഡിവൈസസിലൊക്കെ യൂസ് ചെയ്യുക അങ്ങനത്തെ സെല്ലുകളാണ്. പിന്നെ അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫ്യൂവൽ സെല്ലുകളാണ്. ഫ്യൂവൽ സെല്ല് എന്ന് പറഞ്ഞാൽ ഇതിൽ ഫ്യൂവലിൽ ഉപയോഗിച്ചിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ സച്ച് ആസ് ഹൈഡ്രജനൊക്കെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മീതെയിൻ, മെത്തനോൾ ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇവിടെ നമ്മൾ ഫ്യൂവൽ കത്തിച്ചിട്ട് ഇലക്ട്രിക്കൽ കമ്പസ്റ്റൻ നടക്കുന്നു. എന്നിട്ട് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഫ്യൂവൽ തീരുന്നത് വരെ കണ്ടിന്യൂസ്ലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ആണ്, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി വൈദ്യുതിക്ക് ഭയങ്കര എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്യൂവൽ സെല്ലിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഫ്യൂവൽസ് മീത്തേനും ഹൈഡ്രജനും പോലെയുള്ള ഫ്യൂവൽസ് കമ്പസ്റ്റൻ നടത്തിയിട്ട് കത്തിച്ചിട്ടാണ് ഇതിൽ ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതിന് ഭയങ്കര എഫിഷ്യൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള എല്ലാ കണ്ടന്റും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇനി കൂടുതലായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതലായിട്ട് ഒന്നും പഠിക്കാനില്ല. ഇതിലുള്ള ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ റിയാക്ടിവിറ്റി സീരീസ് ആണ്. ഈ റിയാക്ടിവിറ്റി സീരീസ് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ 2 ടൈപ്പ് റിയാക്ഷൻസ് ഇതിലുള്ളൂ. ഒന്ന് ഗാൽവാനിക് സെല്ലിലെയും ഒന്ന് ഇലക്ട്രോലിറ്റിക് സെല്ലിലെയും. ഇത് 2 പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ ചാപ്റ്റർ കവറായ കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. അപ്പോൾ അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് ഇത് റിവൈസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. പിന്നെ ബാക്കി ചാപ്റ്ററിൻ്റെ അത്ര ടൈം ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലുള്ള പോയിന്റ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാക്സിഡോ വാട്സപ്പ് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും. ആ ലിങ്കിൽ പോയിട്ട് വാട്സപ്പിൽ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആക്കി തരുന്നതാണ്. അപ്പോൾ മക്കളെ വൃത്തിക്ക് പഠിക്കുക, എക്സാം അടിപൊളിയായിട്ട് എഴുതാം. ഓക്കെ, താങ്ക് യു.